ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡിയിലെ മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് നമ്മൾ ഗെയിമിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറേ മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിക്ക് ആവശ്യമുണ്ടെന്നാണ് ഫ്രാങ്ക്ലിൻ കാര്യത്തിന് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് എന്ത് കാര്യത്തിലാണ് ആഡ് ചെയ്തതാണ് ഇവിടെ കൂടെ പറഞ്ഞു തരാൻ പോണത്. നാല് മോൺസ്റ്ററും കാര്യത്തിന് വേണം. എത്ര പോലീസിനെ ഉണ്ടായാലും കുഴപ്പമില്ല. എനിക്ക് സോബീസിന്റെ കാര്യത്തിന് മോൺസ്റ്ററും കാര്യത്തിന് വേണം. 4 മോൺസ്റ്റർ വണ്ടി കാര്യത്തിന് വേണം. അത്യാവശ്യം പെട്ടെന്ന് എത്തിച്ച് എങ്ങനെ എത്തിച്ചാലും കുഴപ്പമില്ല. എത്ര പോലീസിനുണ്ടായാലും നമുക്കൊരു കുഴപ്പമില്ല. പെട്ടെന്ന് ഇന്ന് നൈറ്റ് ആകുമ്പോഴത്തേക്കും സോബീസിന്റെ കാര്യത്തിന് എല്ലാ മോൺസ്റ്റർ വണ്ടി കാര്യത്തിന് കിട്ടിയാൽ പറ്റില്ല. എന്തായാലും നൈറ്റ് അവിടെ മുന്നേറ്റ് വരും. അപ്പൊ എന്തെങ്കിലും വണ്ടി കാര്യത്തിന് സെറ്റാക്കി വെക്കണം. എങ്ങനെ തട്ടിക്കൊണ്ടേലും ഒരു മോക്സിച്ചാലും വേണ്ടി എങ്ങനെയൊക്കെ വണ്ടി കിട്ടിയാലും കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്ന് എന്റെ സ്വഭാവത്തിന് മാറുന്നതിന് എന്തിനാ എനിക്ക് അറിയുന്ന സ്വഭാവം കാര്യത്തിന് അങ്ങനെ പുറത്തും കാര്യത്തിന് പോകണം. അപ്പൊ സാറും കാര്യത്തിന് വിളിച്ചിട്ടുണ്ട്. അല്ലെ സാർ എന്താ വിളിപ്പിച്ചത്? താൻ അത്യാവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അർജന്റായിട്ട് പെട്ടെന്ന് വായിച്ച് ലേറ്റ് ആയാലും പെട്ടെന്ന്. ഓക്കെ സാറേ, ഞാൻ ഇപ്പൊ തന്നെ വരുന്ന നോക്കി. പക്ഷേ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വിളിച്ചത് എന്താണെന്ന് അറിയാം. നമുക്ക് നേരെ വണ്ടി എടുത്താണ് നേരെ പോയൊക്കെ എന്താ അർജന്റായിട്ട് വരാനാ പറഞ്ഞത്. ഇപ്പൊ തന്നെ വരുന്നൊക്കെ പറഞ്ഞു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ ഫുഡൊക്കെ മേടിയിട്ട് പോകാന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ വരുന്ന നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോണേ അർജന്റായിട്ട് ചെല്ലാനാ പറഞ്ഞപ്പോ എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് എത്തിയില്ല. അപ്പൊ എന്തായാലും സാറ് ഇവിടെ മുന്നിൽ ഒരു സാറ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് സാറിനോട് സംസാരിച്ചൊക്കെ യാതൊരു പെട്ടെന്ന് വരാനാ പറഞ്ഞത്. അപ്പൊ വണ്ടിയിൽ ഇറങ്ങി നേരെ പോലീസിനോട് സംസാരിച്ചോക. അത് സാറിനെ വിളിപ്പിച്ചെന്താ തന്നെ വിളിപ്പിച്ചാൽ സോംബിക്ക് മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് വരുന്ന പറഞ്ഞു. അപ്പൊ ഫ്രൈങ് വിചാരിച്ചാൽ മാത്രം മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് എത്തിച്ചാൽ പറ്റുള്ളൂ. 4 മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് വേണ്ടി സോംബീസിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. പോലീസ് ഒന്നും ഹെൽപ്പ് ചെയ്യേണ്ടതല്ല. സോംബി കാര്യത്തിനെ ആക്രമിക്കും പോലീസിനെ. ഞാൻ മാത്രമുള്ള ഈ ഡ്യൂട്ടി ആയിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ആരുമില്ല. അപ്പൊ എനിക്ക് മാത്രമേ ഏറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് ഒപ്പിച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ ലൊക്കേഷൻ കാര്യത്തിന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നേരെ ജുറാസ് പാർക്കൊക്കെ ഫസ്റ്റ് പോകണം. അവിടെ ഒരു ഗുഹ ഉണ്ട്. അതിൽ നമ്പർ ലോക്കും കാര്യത്തിന് നമുക്ക് പറഞ്ഞത് അവിടെ തന്നെ ഉണ്ടെന്ന് നമ്മളോട് തപ്പി പിടിച്ചാൽ പറഞ്ഞ് നമ്മൾ വിചാരിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഓൽക്കും വേണ്ടി യാതൊരു അടിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ജുറാസ് പാർക്കൊക്കെ എന്തായാലും പോവാം. അപ്പൊ ഞാൻ ജുറാസ് പാർക്കിന്റെ അവിടെ എത്തിയിട്ട് എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചപ്പോ എന്തായാലും ജുറാസ് പാർക്കിന്റെ ആ ഗേറ്റും കാര്യത്തിന് അവിടെ എത്തിയത്. അപ്പൊ ഗേറ്റ് ഓപ്പൺ ചെയ്ത് തരുമെന്ന് യാതൊരു അടിയും കഴിയില്ല. അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്ത് തരുമ്പോൾ നേരെ ഉള്ളിൽ കിടക്കുക. അപ്പൊ ഇവിടെ ഒരു ഗുഹ കാര്യത്തിന് ഗുഹന്റെ ഉള്ളിൽ മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിനുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഗുഹ കാര്യത്തിന് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവിടെയാണ് നമ്പർ ലോക്കും കാര്യത്തിന്. അപ്പൊ ഇതിന്റെ നമ്പർ ലോക്ക് ഇവിടുത്തെ ചുറ്റും നടന്ന കാണുന്ന പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് തെമ്പ് ഞാൻ കാണിച്ചത്. അപ്പൊ ഇതാണ് മോൺസ്റ്റർ ട്രെയിനിന്റെ ഒരു കാലും മോൺസ്റ്റർ ട്രെയിനിന്റെ താലും കാര്യത്തിന് കാണാൻ പറ്റുന്നെങ്കിൽ അപ്പൊ ഇതാണ് പാശ്ചാത്യ മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് ഇങ്ങനത്തെ 4 ഒപ്പിച്ച് കൊടുക്കണം പോലീസുകാർക്ക് പറഞ്ഞു. പോലീസുകാർക്ക് സോംബിന് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഈ നമ്പർ ലോക്ക് നമുക്ക് യാതൊരു പുറത്ത് നമുക്ക് പോലീസുകാർക്ക് പറഞ്ഞു തന്നില്ല. പോലീസുകാർക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ചുറ്റും നടന്ന നമ്പർ ലോക്ക് കിട്ടുന്ന പറഞ്ഞു. അപ്പൊ എന്താ യാതൊരു കാര്യം നടന്നു നോക്കിയാൽ സ്പൈഡറും കാര്യത്തിന് എത്ര സ്പൈഡർ ഉണ്ട് യാതൊരു കഴിച്ചത് 3 സ്പൈഡറും കാര്യത്തിനുള്ളൂ തോന്നുന്നത്. അപ്പൊ നമുക്ക് മതിയാർക്ക് കാലില്ല. അപ്പൊ അത് 3 സ്പൈഡറും കാര്യത്തിനുള്ളൂ. അപ്പൊ എന്താ തോന്നുന്നത് നമ്മുടെ ലോക്കും കാര്യത്തിന്. അപ്പൊ ഫസ്റ്റ് നമുക്ക് 3 ലോക്ക്. ഇവിടെ കുറെ സ്പൈഡറും കാര്യത്തിന് ഇത് 5 സ്പൈഡറും കാര്യത്തിന്. അപ്പൊ ഫസ്റ്റ് 3 ഇപ്പൊ 5 എന്നാണ്. അപ്പൊ 5 സ്പൈഡർമാന് ഫസ്റ്റ് കണ്ടപ്പോൾ 3 സ്പൈഡർ. അപ്പൊ 3ഉം 5 എന്നാണ് ലോക്കും കാര്യത്തിന് വരുന്നത്. അപ്പൊ ഇവിടെ സ്പൈഡർ ഉണ്ടെന്ന് യാതൊരു ഇവിടെ സ്പൈഡർ ഇവിടെ എത്ര സ്പൈഡർ ഇവിടെ 1 തോന്നുന്നു. അപ്പൊ ഇവിടെ 1 എത്ര നേരത്തെ 3 ആയി 5 ആയി 1 ആയി. അപ്പൊ ഇനി ഇവിടെ എത്ര അപ്പൊ ഇവിടെ 2 ആയിക്കണം. അപ്പൊ ആകെ നമുക്ക് കിട്ടിയത് നമുക്ക് നേരെ ലോകം കാര്യത്തിന് തുറന്നാക്കാം. അപ്പൊ ഫസ്റ്റ് കിട്ടിയത് 3 5 1 2 എന്നാണ്. അപ്പൊ എന്താ ലോക്ക് തുറന്നോക്കാം. അപ്പൊ നേരെ അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിച്ചപ്പോ നമ്മൾ ലോക്കും കാര്യത്തിന് തുറന്നു. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് നേരെ ജുറാസ് പാർക്കിന് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി. അപ്പൊ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. അപ്പൊ നമുക്ക് അടുത്ത നമുക്ക് ട്രെയിനും കാര്യത്തിനും ബുക്ക് ചെയ്യാം. അപ്പൊ എന്തിനാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ജുറാസ് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനും കാര്യത്തിന് എത്തി. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്തോണ്ട് എത്താത്ത നമ്മൾ ബുക്ക് ചെയ്തിട്ട് മാത്രമേ പുറത്തേക്ക് ഇടുന്നുള്ളൂ. അപ്പൊ നമ്മളെ ആളും കാര്യത്തിന് ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞപ്പോ എന്തായാലും ആളും കാര്യത്തിന് ഉണ്ട്. അപ്പൊ അവരോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ട്രെയിനും കാര്യത്തിന് വിട്ട് കിട്ടുന്ന പറഞ്ഞപ്പോ എന്തായാലും ഒരു ക്യാറ്ററും കാര്യത്തിന് ഉണ്ട്. അപ്പൊ ക്യാറ്ററിനോട് സംസാരിച്ചോക്കോ. അല്ലെ സാറേ ഞാൻ ട്രെയിനും കാര്യത്തിന് കൊണ്ടുപോകാം. അപ്പൊ ട്രെയിൻ കിട്ടിയിട്ട് കുറച്ച് പരിപാടിയും കാര്യത്തിന്. അപ്പൊ ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്ത് കണ്ട. അപ്പൊ നമുക്ക് നേരെ എയർപോർട്ടും കാര്യത്തിന് ട്രെയിനായിട്ട് പോകേണ്ടി. അപ്പൊ ട്രെയിൻ വന്നിട്ട് നമുക്ക് നേരെ കാണാം. അപ്പൊ എന്തായാലും ട്രെയിനും കാര്യത്തിന് നമ്മൾ റോട്ടുമൂട് പോകേണ്ടി. അപ്പൊ നമുക്ക് നേരെ എയർപോർട്ടും കാര്യത്തിന് ട്രെയിനായിട്ട് പോകേണ്ടത്. അപ്പൊ ഞാൻ എന്ത് അവിടത്തേക്ക് കാണിച്ചു. അപ്പൊ നമ്മൾ റോട്ടുമൂട് സിമ്പിൾ ആയിട്ട് ട്രെയിനായിട്ട് പോകാൻ പറ്റുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ അങ്ങനെ പോകേണ്ടി. അപ്പൊ എന്തായാലും നേരെ എയർപോർട്ടിലും കാര്യത്തിന് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് എത്തണേക്കാൻ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലും കാര്യത്തിന് അങ്ങനെ എത്തി തുടങ്ങി. അപ്പൊ ഇതാണ് എയർപോർട്ടിൽ എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എയർപോർട്ടിൽ ഇതാണ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ ഇതിന് ഫുഡ് കഴിക്കണം. അപ്പൊ അതിനായിട്ടാണ് ട്രെയിനും കാര്യത്തിൽ നമ്മൾ ബുക്ക് ചെയ്യുക. അപ്പൊ ഇതിന് ഫുഡ് കഴിക്കുക. ഇതിന് നമ്മൾ പോലീസ് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മോൺസ്റ്ററും കാര്യത്തിൽ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ ആക്കി. അപ്പൊ ഇതിന് ഫുഡ് കാര്യത്തിൽ നമ്മൾ പോലീസ് ആക്കാം. അപ്പൊ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ തിരിച്ചിട്ട് അപ്പൊ നമുക്ക് നേരെ ബീച്ച് സൈഡ് കാണാം. അപ്പൊ അവിടെ ഒരു മോൺസ്റ്ററും കാര്യത്തിലുണ്ട്. അപ്പൊ അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി മുതല കാര്യത്തിന് മുതലിനാണ് കൊടുക്കാൻ. അപ്പൊ മുതലും കാര്യത്തിന് ബീച്ച് സൈഡിൽ നിന്ന് പറഞ്ഞിട്ടപ്പം ഇങ്ങോട്ട് വന്നത്. അപ്പൊ പറഞ്ഞിട്ട മത്സരം മുതലും കാര്യത്തിന് ബീച്ച് സൈഡിൽ. അപ്പൊ ഇതിന് നമുക്ക് ഒന്നിനെ കൊന്നുകാണ്ട് ഫുഡ് കഴിച്ചാൽ ആ മോൺസ്റ്ററും കാര്യത്തിനും നമ്മളെ കടലിൽ നിന്ന് ഇങ്ങനെ നീച്ച് വരണേക്കണം. അപ്പൊ ഞാൻ ഇതിനെ അറ്റാക്ക് ചെയ്തത്. അപ്പൊ എന്തെങ്കിലും പാവം തന്നെയാണ്. എന്നാലും എനിക്ക് അർജന്റ് ആയിട്ട് വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇതിനടുത്ത് നമുക്ക് നേരെ കടൽക്കും കാര്യത്തിന് ഇട്ടാൽ അതിന് മോൺസ്റ്ററും കാര്യത്തിന് വരുന്നത്. അപ്പൊ അതിനെ പിടിച്ച് അങ്ങനെ മുതലിനെ കടൽക്കും കാര്യത്തിനിട്ട്. അപ്പൊ അതങ്ങനെ പോയിട്ടുണ്ട്.
അപ്പൊ എന്തായാലും മോൺസ്റ്ററും കാര്യത്തിന് ഇപ്പൊ വരുന്നെങ്കിൽ അതേപോലെ തന്നെ മോൺസ്റ്ററും കാര്യത്തിന് അതിനെ തിന്നുകയാണ്. അപ്പൊ എന്തായാലും ഈ മോൺസ്റ്റർ നമുക്ക് നേരെ പോലീസ് മോൺസ്റ്ററും കാര്യമൊക്കെ തന്നെ ആക്കണം. അപ്പൊ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോലീസ് മോൺസ്റ്ററും കാര്യത്തിന് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ 3 മോൺസ്റ്ററും കിട്ടി. അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ചു പോകണം. അപ്പൊ 4ാമത്തെ മോൺസ്റ്ററും കാര്യത്തിനും കിട്ടും. അത് കുറച്ച് ഡേഞ്ചറും കാര്യത്തിനാണ്. അപ്പൊ ഇതാണ് 4ാമത്തെ മോൺസ്റ്ററും കാര്യത്തിന്. അപ്പൊ ഇത് കുറച്ച് പണി പെടിന്റെ ഏരിയ. അപ്പൊ എന്തായാലും ബിൽഡിങ്ങിന്റെ മുകളിൽ എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടേക്ക് പോകാതെ മോഡും കാര്യത്തിനും ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് ചലഞ്ച് കാര്യത്തിനുണ്ട്. അപ്പൊ ചലഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ചലഞ്ചും കാര്യത്തിന്. അപ്പൊ നമുക്ക് ഇതിൽ വണ്ടിയായിട്ട് പോകാൻ പറ്റും. ഇവിടുന്ന് വണ്ടിയായിട്ട് പറ്റുമ്പോൾ വണ്ടി നിർത്തിയാൽ നമുക്ക് നടന്നു പോകേണ്ടി വരും. പിന്നെ അവിടെ വണ്ടി കാര്യത്തിനുണ്ടാവും. ഇത് ഒരട്ടം കളിച്ചാൽ അപ്പൊ സിമ്പിൾ ആയിക്കാരം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് നടന്നു കണ്ട് കണ്ടെയ്നർ കയറി ഒരുപാട് വണ്ടി കാര്യത്തിന്. അപ്പൊ വണ്ടി എടുത്ത് പോകാൻ പറ്റുന്നെങ്കിൽ അപ്പൊ ഞാൻ കണ്ടെയ്നർ കയറി അവിടേക്ക് എത്തേണ്ടി വരും. അപ്പൊ കുറച്ച് ടാസ്കും കാര്യത്തിനാണ്. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ കണ്ടെയ്നറാണ് കയറിക്കുന്നത്. അതേപോലെ 2ാമത്തെ കണ്ടെയ്നർ അങ്ങനെ സിമ്പിൾ ആയിട്ട് കയറിക്കുന്നത്. അപ്പൊ അതിന് 3ാമത്തെ കണ്ടെയ്നർ നീലും ചുവപ്പാണ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. അതിന് 3ാമത്തെ കണ്ടെയ്നർ 4ാമത്തെ കണ്ടെയ്നർ കയറി കഴിഞ്ഞിന്. അപ്പൊ ഇനി ചുവപ്പത്തെ കണ്ടെയ്നർ അങ്ങനെ 2 കണ്ടെയ്നർ കൂടെ ഉള്ളു. അപ്പൊ നീലും ഇനി ചുവപ്പ് ഇനി 2-3 ഇനിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും ഉള്ളൂ എന്ന് വിചാരിച്ചപ്പോ സിമ്പിൾ ആയിട്ട് ഇനി 2 ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ നീല കണ്ടെയ്നർ അങ്ങനെ കയറിയിരിക്കണേ. അഞ്ഞൊരു ചുവപ്പും കണ്ടെയ്നർ കൂടെ ഉള്ളു. അപ്പൊ എന്തായാലും ചുവപ്പും കൂടെ കഴിഞ്ഞ് അവിടുക്കാൻ നമുക്ക് ആ റാമ്പല കാണാം. അവിടുന്നാണ് ഞാൻ ചലഞ്ച് കാര്യത്തില്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് ഭാഗിച്ച് അവിടുന്ന് വണ്ടി കാര്യത്തിന് കിട്ടി. അപ്പൊ ഞാൻ അവിടുന്ന് തുടങ്ങണേ. അപ്പൊ ഇനി സിമ്പിൾ ആയിക്കാം. അപ്പൊ ഇതൊന്നും അത്ര കൊടുക്കൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നേരെ വണ്ടി കാര്യത്തിന് കിട്ടിയപ്പോ ഇത് കുറച്ച് പാടാണ്. ഇവിടെ കുടുങ്ങി നിൽക്കുന്നത്. അപ്പൊ എന്താ ഭാഗ്യത്തിന് വേസ്റ്റ് പിന്നും കാര്യത്തിന് നമ്മുടെ മുന്നിൽ അവിടെ കുടുങ്ങി നിൽക്കാതെ എന്തായാലും കഴിച്ചിലേക്ക്. അപ്പൊ ഇന്ന് കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പൊ വെള്ളം പോയാലും സ്പീഡ് പോയാലും കൊടുക്കും കാര്യത്തിന്. അപ്പൊ ഇതൊരട്ടം കളിച്ചാൽ പറ്റുള്ളൂ. അതാണ് വെല്ല പോണത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. നമ്മള് ചലഞ്ചല്ല ചലഞ്ചിന്റെ ആ രീതിയിൽ നിർത്താൻ മതി. അപ്പൊ എന്തായാലും ഞാൻ അവിടെ കുടുങ്ങി നിൽക്കിച്ച് അവിടെ പൊന്തി അവിടെ കുടുങ്ങിക്കണ അവിടെ പെട്ടിന് അവിടെ നമ്മള് നാരെ പോയിക്കണ അവിടെ കുടുങ്ങിയിട്ട് അവിടെ പൊന്തിയോട് മാത്രമേ കഴിച്ചില്ല. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പും കാര്യത്തിനുണ്ട്. അത് ഞാൻ കണ്ടിങ്ങനെ. അപ്പൊ എന്തായാലും വണ്ടി മുന്നിൽ പോയി എന്തായാലും ബാക്ക് എടുത്താണ് ഈ റാമ്പിന്റെ മുകളിൽ കൂടെ പോയി കുറച്ച് തോനാണ്ട് പോവാണ്ട്. അപ്പൊ എന്തായാലും ഇനി കുറച്ച് തോനാണ്ട് പോവാണ്ട്. അവിടെ കാര്യത്തിന് 4ാമത്തെ മോൺസ്റ്ററും കാര്യത്തിനുള്ള മോൺസ്റ്റർ ട്രെയിനും കാര്യത്തിന്. അപ്പൊ ഇതാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തു കൊടുത്താൽ മതി. പോലീസുകാർ പറഞ്ഞാൽ നമ്മൾ സോംബിക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ഓല ഭാഗത്ത് കഴിക്കണം. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തു കൊടുക്കാനുള്ളൂ പോലീസിലേക്ക്. അപ്പൊ നമ്മൾ എന്തായാലും കുറച്ചേരം കുടുങ്ങി നിന്ന് അതുകൊണ്ട് ഞാൻ സ്പീഡ് കാര്യത്തിന് കാണിച്ചു. ഇനി കണ്ടെയ്നർ കാര്യത്തിന്റെ ആ കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ പോയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്തണേക്കാം. അപ്പൊ കുറച്ച് കണ്ടെയ്നർ കാര്യത്തിനുണ്ട്. അപ്പൊ നീല കണ്ടെയ്നർ നമുക്ക് അങ്ങനെ കയറിയിരിക്കണേ. അപ്പൊ അത് കഴിഞ്ഞ് നീല കണ്ടെയ്നറും അതേപോലെ ഒരു പച്ച കണ്ടെയ്നറും ചുവപ്പ് കണ്ടെയ്നറും കാര്യത്തിനുണ്ട്. അപ്പൊ അതെന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ കയറി പോകാന്ന് വിചാരിച്ചേ. അപ്പൊ അതിൽ കുഴപ്പമില്ല കുറച്ച് കണ്ടെയ്നർ കാര്യത്തിനുണ്ട്. അപ്പൊ ഇങ്ങനെ കയറി അവിടെ എത്തിക്കണം. അപ്പൊ എന്തായാലും ഇനി കുറച്ചുകൂടെ അപ്പൊ എന്തായാലും ചുവപ്പ് കണ്ടെയ്നർ അതാ കൂടെ കയറി നമുക്ക് നേരെ ആ ട്രെയിനിങ് കാര്യത്തിന് എത്തണേക്കാം. അപ്പൊ എന്തായാലും ഞാൻ ചുവപ്പ് കണ്ടെയ്നറുകളെ കയറി തീർത്ത് അതോടെ തീർന്ന് നമുക്ക് നേരെ ആ ട്രെയിനിങ് കാര്യത്തിന് എടുത്തുകയാണ്. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോകാൻ പറ്റണമെങ്കിൽ അപ്പൊ എന്തായാലും ഞാൻ കയറിയിരിക്കണം. അപ്പൊ എന്തായാലും വണ്ടി വരെ നിർത്തിയാൽ എന്തെങ്കിലും കാണിച്ചു തരാം. പക്ഷെ അപ്പൊ ഇതാണ് നമ്മുടെ മോൺസ്റ്റർ. അപ്പൊ നമ്മൾ ഒച്ച ഉണ്ടാക്കിയപ്പോ കണ്ണും കാര്യത്തിന് തുറന്നു. അപ്പൊ കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ എന്തായാലും നമുക്ക് ഇത് നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓലെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി വന്ന് ചാടിച്ചാൽ കുറച്ച് ഡാമേജ് ആവും. നമുക്ക് കുഴപ്പമില്ല. നമ്മളെ വണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് കുറച്ച് ഡോറും കാര്യത്തിനും ഓപ്പൺ ആയിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിട്ട് അവർക്ക് പോവാം. അപ്പൊ നമ്മളെ വണ്ടി കാര്യത്തിന് ഇവിടെ തന്നെ. അപ്പൊ ഇവിടെ നിർത്താൻ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ നിൽക്കുന്നത്. അപ്പൊ വണ്ടി വന്ന് നിർത്താൻ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോകാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വണ്ടിന്റെ ഉള്ളിൽ കാര്യത്തിന് കയറിക്കണേ. അപ്പൊ അതിൽ കയറിക്കണം. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷൻ പെട്ടെന്ന് പോകും. പോലീസ് സ്റ്റേഷനിലൊക്കെ ട്രെയിനിങ് കളർ സെറ്റാക്കി ചെയ്തിരിക്കുന്ന പറഞ്ഞ്. അപ്പൊ കുറച്ച് നേരെ നമ്മൾ ഇവിടെ എത്തിയിട്ട് അപ്പൊ നമ്മളിപ്പോ കുറച്ച് ട്രെയിനൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിരുന്ന പറഞ്ഞ. അപ്പൊ എന്തെങ്കിലും കാണിച്ചിട്ട് ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ അതാണ് പോലീസ് മോൺസ്റ്ററും കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും മോൺസ്റ്ററും കാര്യത്തിന് പോലീസ് ആവാൻ പറ്റി. അപ്പൊ നമ്മളിതൊരു പോലീസും കാര്യത്തിനായിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താ യാതൊരു ഇല്ല. അപ്പൊ പോലീസ് മോൺസ്റ്ററും കാര്യത്തിന് നമ്മളെ ബാക്കിലും കാര്യത്തിനും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയാണ് പോലീസ് മോൺസ്റ്ററും കാര്യത്തിന്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെ. അപ്പൊ ഇങ്ങനത്തെ 4 പോലീസ് മോൺസ്റ്ററും കാര്യത്തിന് ആക്കി. അപ്പൊ അതൊക്കെ 4 ഞാൻ ഡീറ്റെയിൽ കാണിച്ചില്ല. അപ്പൊ അതാണ് 2ാമത്തെ കാര്യത്തിൽ. അപ്പൊ ഇതിന്റെ മുഖം കാര്യത്തിനോട് ഞാൻ കാണിച്ചിട്ട് കയറിയിട്ട്. അപ്പൊ കഴിച്ച് ഇതാണ് ഇതിന്റെ മുന്നും കാര്യത്തിന് പിന്നെ എന്താ ഡേഞ്ചറും കാര്യത്തിന് അതൊക്കെ കാണുന്നത്. അപ്പൊ നമുക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലുണ്ടല്ലോ ഡേഞ്ചറാണ്. അതേപോലെ തന്നെ മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിനാണ് വരുന്നത്. അപ്പൊ എന്തായാലും അടിപൊളി കാര്യത്തിൽ. അപ്പൊ എന്തായാലും രണ്ടും അടിപൊളിയാണ്. അപ്പൊ അതാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്. അപ്പൊ 2ാമത്തെ എടുത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് ഫസ്റ്റ് എടുത്തതും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ഒരിക്കലും മാർക്ക് ചെയ്ത്. നിങ്ങളെ മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ഒരിക്കലും മാർക്ക് ചെയ്ത്. അപ്പൊ ഇതൊക്കെയാണ് മോൺസ്റ്റർ ട്രെയിനിങ് കാര്യത്തിന് വരുന്നത്. അപ്പൊ പോലീസുകാർ ഇനി എന്താ ആയിക്കോട്ടെ നമുക്കൊന്നുമില്ല.